ഹായ് ഓൾ, ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ സമയം മനസ്സിലാക്കുന്നത് എന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് തുടർന്നുള്ള റീഡിങ്സ് കാണുക. നമ്മുടെ ചാനലിൽ സ്ഥിരം റീഡിങ്സ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ റെസനേറ്റ് ആവുന്നത് എടുത്തിട്ട് കാണാവുന്നതാണ്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് റീഡിങ് കാണുക. പേഴ്സണലായിട്ടുള്ള ആർക്കെങ്കിലും റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ സമയം മനസ്സിലാക്കുന്ന കാര്യമെന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Universe, please guide us. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് ഈ റീഡിങ്ങിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളുകളായിട്ടുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒരു റിലേഷൻ ആയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും അത് ഒരുപാട് നാളുകളായിട്ടുള്ളൊരു ബന്ധം പോലെ ആവാം നമുക്ക് തോന്നുന്നത്. എന്തോ ആ ഒരു പേഴ്സണിലേക്ക് നമുക്ക് ഇങ്ങനെ അട്രാക്ഷൻസ് വരുന്നുണ്ടാവാം. ഭയങ്കരമായിട്ടൊരു ആ ഒരു പേഴ്സണിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തകൾ നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ചും അതേ ഒരു ഫീലിങ്സ് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫീലിങ്സ് തന്നെ ആ ഒരു പേഴ്സണും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ഈ ബന്ധത്തിൽ നിന്നൊക്കെ ഇതിനു മുൻപ് പിന്മാറാൻ ശ്രമിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്നാണ് കാണുന്നത്. അതായത് അവർ ചിലപ്പോൾ വേണ്ടാന്നൊക്കെ വെച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാവാം. നിങ്ങളൊരു സമയത്ത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ ആവാം. പക്ഷേ എന്നിരുന്നാലും നമ്മളിലേക്ക് വീണ്ടും അവർ എത്തിച്ചേരുന്ന ഒരു സന്ദർഭം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് ഈ പേഴ്സൺ നമ്മുടെ ലൈഫിൽ നിന്ന് പോയതാണ്, വീണ്ടും പക്ഷേ എന്തൊക്കെയോ ഒരു കാരണങ്ങൾ കൊണ്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുവാണ്. ചിലപ്പം ഈ പേഴ്സണെ ആവാം നമുക്ക് ആദ്യമേയൊക്കെ ഒരു വിവാഹമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പേഴ്സണുമായിട്ട് നമുക്കൊരു വിവാഹം നടക്കാതെ പോയി, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പ്രണയബന്ധത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുൻപ് റിലേഷൻ ആയിരുന്ന ഒരു പേഴ്സൺ ആവാം. പക്ഷേ വീണ്ടും ആ പേഴ്സൺ നമ്മളിലേക്ക് തന്നെ ചുറ്റിത്തിരിഞ്ഞ് വന്നിട്ടുള്ളൊരു പേഴ്സണായിട്ടും കാണപ്പെടുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ചിലപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ ഒരു വ്യക്തി നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവരിപ്പം പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഇനി ഒരിക്കലും വരില്ല എന്നുള്ള ഒരു രീതിക്ക് തന്നെയാണ് നിങ്ങളവിടെ ചിന്തിക്കുന്നത്. അവരിനിയിപ്പോൾ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെയുള്ള രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ പേഴ്സണുമായിട്ട് നമ്മൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിത്ത് അല്ലെങ്കിൽ ആ ഒരു സത്യമെന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക്, അതായത് ഈ കാണുന്ന ചില ആൾക്കാരെ സംബന്ധിച്ചത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.
ഈ പേഴ്സൺ നമ്മളുടെ ഏതെങ്കിലും ഒരു കണക്ഷൻ ഈ പേഴ്സണുമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ എവിടെ ഓടിപ്പോയെന്ന് പറഞ്ഞാലും ഈ വ്യക്തിയെ തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവമാണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അത് എന്താണെന്നുള്ളൊരു ചുരുളഴിയാത്തൊരു രഹസ്യം പോലെയാണ് ഈ പേഴ്സൺ ഇത്രയും നാളും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നത്. അതായത് ഇതിൻ്റെ ഒരു പൊരുൾ അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും എത്തുന്നത്. അപ്പോൾ ആ ഒരു സത്യം അറിയാൻ വേണ്ടി ഈ പേഴ്സൺ വളരെയധികം ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്ന ഒരു പേഴ്സണായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയും പോകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പേഴ്സണിൽ നിന്നും, ഞാൻ സ്നേഹിക്കുന്ന പേഴ്സണിൽ നിന്നും ഒരിക്കലും മുന്നോട്ടല്ലാതെ പിന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു സത്യമാണ് ഈ പേഴ്സൺ ഇപ്പം ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങളെ വിട്ടിട്ട് ഈ പേഴ്സണ് മറ്റാരെയും സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് വെച്ച് മുന്നോട്ട് പോകാനോ സാധിക്കത്തില്ല എന്നുള്ളൊരു സത്യമാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. അത് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് പോലും ഈ പേഴ്സണ് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പല വീഴ്ചകളും അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് മാറി നിൽക്കുമ്പോഴോ അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളിരിക്കുമ്പം അങ്ങനൊരു പ്രശ്നം വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിരിക്കുമ്പോൾ അവർക്കൊരു സ്വസ്ഥതയോടുകൂടിയുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി ആ ഒരു പേഴ്സണെ ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സമയമാണ് ഈ ടൈമിലുള്ളത്. അത് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പ്രപഞ്ചം എന്നിലേക്ക് തന്നെ ഈ പേഴ്സണെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സത്യമാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് യോജിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഈ പേഴ്സണിലേക്ക് വന്നു ചേരേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവർ ഒരു സമയത്തൊക്കെ നോക്കുമ്പം ഒരു സമയത്തൊക്കെ ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യത്തിന്, അതായത് ഈ പണത്തിന് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. അതിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരെപ്പോഴും ആ പണം എന്നുള്ളൊരു ചിന്ത അവർക്കെപ്പോഴും അവരുടെ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് ആണെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ബ്രേക്കപ്പ് ആയവർക്കും അല്ലാത്തവർക്കും ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഈ ഒരു സത്യം അറിഞ്ഞിരിക്കുന്നു എന്നാണ് കാണപ്പെടുന്നത്. അവർക്ക് ഇതൊരു കാർമിക് ബന്ധമാണെന്ന്, അതായത് ഒരു കാർമിക് എന്ന് പറയാം, എന്താ പറയുക, ഒരു മുൻകാല ബന്ധം അല്ലെങ്കിൽ കഴിഞ്ഞ ഏതോ ഒരു ജന്മത്തിലുണ്ടായിരുന്ന ഒരു പേഴ്സണാണ് നിങ്ങളെന്നും, അതായത് എന്താ പറയുക, കഴിഞ്ഞ കുറച്ച് ജന്മങ്ങളായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അത് പല വിധേനയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പം ആസ്ട്രോളജി പ്രകാരവും അതുപോലെ തന്നെ ആസ്ട്രോളജിയിലെ പല കാര്യങ്ങൾ വഴി, അതായത് ഇപ്പം നമുക്ക് ഈ ടാരോ കാർഡ് റീഡിങ് അങ്ങനെയൊക്കെയുള്ള ഓരോ വഴികൾ വഴി ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു നാളും പേരും ഒക്കെ വെച്ചിട്ട് ഈ പേഴ്സൺ നിങ്ങളെ വിലയിരുത്തുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണ് അവരുടെ ജന്മത്തിൽ നിന്ന് പോകാത്ത, ഈ ഒരു ജന്മത്തിൽ ഈ പേഴ്സണോടൊപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ വന്നു ചേരുന്നത് എന്നുള്ളൊരു സത്യം ഈ പേഴ്സൺ പല വഴികളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന പോലെ തന്നെ ആ പേഴ്സണും ഈ റീഡിങ് കാണുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളോട് ഇതൊന്നും പറയുന്നില്ലായിരിക്കാം, അതൊന്നും പങ്കുവയ്ക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് കാണപ്പെടുന്നത്. ചിലപ്പം ഈ പേഴ്സൺ ജ്യോത്സ്യന്മാരും അല്ലെങ്കിൽ കൈനോട്ടം അങ്ങനെയൊക്കെയുള്ള പല ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ പല വഴികളുണ്ട്, അപ്പോൾ പല രീതികളുണ്ട്. അപ്പോൾ പല രീതികളിലൂടെയും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ പല രീതികളിലൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ പല ആസ്ട്രോളജേഴ്സും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ
ഈ പേഴ്സൺ ചിലപ്പോൾ വായിച്ചുള്ള അറിവാവാം അവർക്കുണ്ടാകുന്നത്. അതായത് ഇപ്പം നമുക്ക് ആസ്ട്രോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിലൂടെയൊക്കെ നമുക്ക് വായിക്കുവാനും സാധിക്കുന്നതാണ്. ഓരോരുത്തരുടെ നമ്മളുടെ നാളുകളും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതുവഴിയൊക്കെ ഈ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ എവിടെയും പോകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അവരുടെ ലൈഫിൽ ഈ ഒരു ജന്മത്തിൽ ഉണ്ടാകും. ഇത് അവർ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അതായത് എത്രയൊക്കെ ഒളിച്ചോടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളെ സ്വീകരിച്ചേ മതിയാവുള്ളൂ. കാരണം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേഴ്സൻ്റെ ബലവും അതുപോലെ തന്നെ ഈ ഒരു ജന്മത്തിൽ അവർക്കൊരു ഒരു ഡിവൈൻ കണക്ഷനായിട്ട് യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്നതാണ്. അതായത് നമ്മൾക്ക് എന്താ പറയുക, ഒരു ഒരു അവരുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതായത് ഒരു സപ്പോർട്ടീവ് പേഴ്സൺ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു പേഴ്സണും എല്ലാം, അതായത് അവരുടെ ഒരു പിൻബലം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഇവരെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടില്ല എന്ന്, അതായത് ഒരു സത്യമാണ് അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് അവർ ഇന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ എന്നാൽ പിന്നെ വിട്ട് കളയാം, അല്ലെങ്കിൽ ഒരു തമാശക്കായിട്ട് ഇത് വെച്ച് നടക്കാം എന്നുള്ളൊരു രീതിക്കല്ല ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് ഗൗരവമായിട്ട് ഈ പേഴ്സൺ ഈ ബന്ധത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഗൗരവമേറിയ ഒരു ജീവിതമാണിപ്പം ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുത്തിരിക്കുന്നത്. ഒരുപാട് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നും, അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഈ പേഴ്സൺ അവരുടെ ഒരു ഫീലിങ്സ്, നിങ്ങളുടെ ഒരു ഫീലിങ്സ് ആ പേഴ്സണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സ് എത്രത്തോളമാണ് ആ ഒരു വികാരമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പവിത്രത എത്രത്തോളമാണെന്നും ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞത് മൂലമാണ് ഈ പേഴ്സൺ അത് മനസ്സിലാക്കുന്നത്. ഈ സത്യം തിരിച്ചറിഞ്ഞതിലൂടെ തന്നെ ഈ പേഴ്സണ് ഒരുപാട് നിങ്ങളുടെ ഒരു മനസ്സ് എത്രത്തോളമാണെന്ന് വായിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതിനു മുൻപൊന്നും ഈ പേഴ്സൺ അത്രത്തോളം ഡീപ്പായിട്ടൊന്നും ചിന്തിച്ചിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണപ്പെടുന്നില്ല. അവർക്ക് ഒരുപക്ഷെ അവർ ഇതിനെപ്പറ്റി വലിയ വാല്യുബിൾ ആയിട്ടൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈൻ പറയുന്നത്, ഇനിയുള്ളൊരു സമയങ്ങളിൽ നിങ്ങൾ എവിടെയും പോകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി നൽകണമെന്നും, അതുപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു വലിയൊരു സ്ഥാനത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു അച്ഛനായിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടോ, മീൻസ് അച്ഛനും അമ്മയും എന്നല്ല പറഞ്ഞത്, പകരം ആ ഒരു സ്ഥാനമാണ് അവർ നിങ്ങൾക്ക് കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതായത് അവരുടെ ഒരു പിൻബലമായിട്ടും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണമെന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ഈ പേഴ്സൺ ഇതെല്ലാം ചിന്തിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം തീരുമാനങ്ങൾ ഇന്നത് എടുക്കണമെന്ന് ഇവർ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്, പക്ഷെ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമല്ല എന്നും, ഈ ബന്ധം കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ട് മാത്രമേ ആ ഒരു പേഴ്സൺ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് വാല്യുബിളായിട്ട് നിൽക്കുകയുള്ളൂ. അതായത് കുറച്ചും കൂടെ ഒരു നല്ല രീതിക്ക് പഠിച്ച്, അല്ലെങ്കിൽ ഈ ബന്ധത്തിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് മുൻപോട്ടുള്ള ഭാവിയിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാമെന്നതാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പേഴ്സണെ എന്താ പറയുക, നിങ്ങളുടെ നക്ഷത്രം ചിലപ്പം ഒരുപോലെ ആവാം. അതുപോലെ തന്നെ അതായത് ഭയങ്കര ഒരു യുണീക്കായിട്ട്, അല്ലെങ്കിൽ നമുക്കിതുവരെയും തോന്നാത്ത എന്തൊക്കെയോ ഒരു ചേർച്ച ഈ പേഴ്സണിൽ തോന്നിയിട്ടുണ്ടാവാം ഇതുവരെ നമുക്ക്. അതായത് ഒരേ നക്ഷത്രം, ചിലപ്പം ഒരേ ജന്മദിവസം, അല്ലെ ജന്മവർഷം, അതുപോലെ തന്നെ ഈ പേഴ്സൺ ചിലപ്പം നമ്മളുടെ നക്ഷത്രത്തിന് ചേരുന്ന ഒരു നക്ഷത്രമാവാം ആ ഒരു പേഴ്സൻ്റെ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം. അതായത് എവിടേക്കോ ഒരു മാച്ചിങ്, അല്ലെങ്കിൽ എവിടേക്കോ നമുക്കൊരു കറക്റ്റായിട്ടുള്ള
നമ്മളുടെ ഒരു ജീവന് പുതുജീവൻ നൽകുന്ന ഒരു പേഴ്സണായിട്ടാണ് അവരെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിലൊരു ചേർച്ചയുണ്ട്. ആ ചേർച്ച എന്ന് പറയുമ്പം നിങ്ങൾക്ക് ശരിക്കും ഒന്നിക്കേണ്ടവർ തന്നെയാണെന്നാണ് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. ഓക്കെ, ഇത് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ്. അപ്പം ഇതിനനുസരിച്ച് ഇവർ കൂടുതലായിട്ടും കറണ്ട് എനർജി ആണെന്ന് പറഞ്ഞാലും കറണ്ട് എനർജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഓർക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും ഒരു സത്യം തിരിച്ചറിഞ്ഞൊരു സമയമാണ്. ഈ സത്യം അവർ നിസ്സാരമായിട്ട് കളയുകയില്ല. കറക്റ്റായിട്ട് അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്കും മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.